ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവിതത്തിൽ ഒന്നുമില്ലാത്തവളായ എന്നെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബോബി. 2020 ഫെബ്രുവരി 16 ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ 12ാമത്തെ പുതുക്കൽ. എൻ്റെ ഈ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ 3ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഇവിടെ വന്ന സമയത്ത് കൃപാസനത്തിൽ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരിയാണ്. അപ്പം ഞങ്ങളിവിടെ വെച്ച് സംസാരിക്കുകയും അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളൊക്കെ ഒരുമിച്ചാണ് ഇതുവരെ ചെയ്തു വരുന്നത്. അങ്ങനെ അപ്പോൾ എന്നോട് ഇവിടെ വെച്ച് അവളുടെ നിയോഗത്തെ പറ്റിയൊക്കെ പറഞ്ഞു. നിയോഗം വെച്ചതിൽ 1ാമത്തെ നിയോഗമായി വെച്ചിരുന്നത് അവിടെ ഭർത്താവ് വിദേശത്ത് നിന്ന് ജോലി മതിയാക്കി ഇവിടെ നാട്ടിൽ വന്ന് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പോൾ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിന് ഉപരി മറ്റ് നിയോഗങ്ങളും വെച്ചിരുന്നു. അപ്പോൾ ആ നിയോഗങ്ങളൊക്കെ പലതും സാധിച്ചു കിട്ടി. പക്ഷേ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്ന അത് സാധിച്ചില്ല. അപ്പം ഒരു കുടുംബത്തിലെ ഒരു ജോലിയില്ലാതെ മുന്നോട്ട് പോവുക പ്രയാസമാണല്ലോ. അപ്പോൾ അത് എനിക്കും അതൊരു വിഷമമായി. അപ്പം ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കലിന് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞാനും പ്രീതയും ഒരുമിച്ചാണ് ഇവിടെ ഓരോ ഉടമ്പടി പുതുക്കലിനും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത ഉടമ്പടി പുതുക്കലിന് വന്നപ്പോൾ എൻ്റെ 1ാമത്തെ നിയോഗമായിട്ട് പ്രീതയുടെ ഭർത്താവിൻ്റെ ജോലി ഞാൻ വെച്ചു. ആ അടുത്ത ഉടമ്പടി പുതുക്കലിന് മുമ്പ് തന്നെ അവളുടെ ഭർത്താവിന് ജോലി കിട്ടുകയും ചെയ്തു. അപ്പം അന്ന് നമ്മളിവിടെ വന്ന് അമ്മയുടെ അടുക്കൽ വന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ ഒരുമിച്ച് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹിക്കണേ എന്ന്, അമ്മ അതിനുള്ളൊരു അനുവാദം തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പല പ്രാവശ്യം വന്നെങ്കിലും നമുക്കത് ഇതുവരെ ഇവിടെ ഒരുമിച്ച് നിന്ന് അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ പ്രീത അതിൻ്റെ അവൾക്ക് കിട്ടിയ ബാക്കിയുള്ള നിയോഗങ്ങളും സാക്ഷ്യങ്ങളും പറയും. പിന്നെ ഞാൻ 2 പ്രാവശ്യം ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അമ്മ അനുഗ്രഹം തന്നിട്ടുണ്ട്. അതിനുള്ള കൃപ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് ഞാൻ 2 പ്രാവശ്യം എൻ്റെ മകൻ്റെ കാര്യവും ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ അൾത്താരയിൽ നിൽക്കുന്നത് എൻ്റെ ഒരു ജോലി ട്രാൻസ്ഫറിൻ്റെ ഒരു വിഷയം പറയാനായിട്ടാണ്. അപ്പോൾ എൻ്റെ അമ്മ കിഡ്നി രോഗിയാണ്. അപ്പോൾ അമ്മയെ നോക്കാനായിട്ട് ഞാനൊരു മകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എനിക്ക് ദൂരോട്ട് ട്രാൻസ്ഫറായി പോയാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ നിയോഗം വെച്ച കൂട്ടത്തിൽ എനിക്ക് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം എനിക്ക് ഇതുവരെ ഇവിടെ തിരുവനന്തപുരത്തുനിന്ന് പുറത്തോട്ട്